എൻ്റെ പൊന്നോ വിശന്നിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മുയൽ ബിരിയാണിയാണ്. അതിനായിട്ട് നമ്മളൊരു മുയൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, എന്നാലും കുഴപ്പമില്ല. എല്ലിനൊക്കെ അത്യാവശ്യം മുറ്റാണ് എല്ല്. എന്നാലും നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം 2 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അങ്ങോട്ട് തട്ടി കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി അങ്ങോട്ട് തട്ടി കൊടുക്കുക. പിന്നെ മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും, അതെല്ലാം കൂടി ഇങ്ങനെ കളകളാന്ന് ഇളക്കിയതിന് ശേഷം മസാലയെല്ലാം പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ 2 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരമണിക്കൂർ അതും മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുത്ത മുയലിൻ്റെ മീറ്റ് നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ ഇത് ഫ്രൈ ആയിട്ട് വരുന്നില്ല. അപ്പോൾ കുറച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനായി വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 സവോള, 1 തക്കാളി, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതിയാകും. പിന്നെ 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുയലച്ചൻ്റെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. ഇതിൽ ബാലൻസ് വരുന്ന എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. ആ ബാലൻസ് വന്ന എണ്ണ ഇതിൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു ഉണ്ട അല്ലെങ്കിൽ പട്ടയായാലും മതി, പിന്നെ ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം അതിലേക്ക് തട്ടി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ആയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അത് അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത്യാവശ്യം ആയതിന് ശേഷം അവസാനമായി തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നീട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് ഇതായതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് റൈസിന് 4.5 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ 3 ഗ്ലാസ് റൈസ് എടുക്കുകയാണെങ്കിൽ 5.5 ഗ്ലാസ് വെള്ളം, 2.5 ഗ്ലാസ് കൂടുതൽ ഒഴിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ചോറാകുമ്പോൾ അത്യാവശ്യം നമുക്കത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് കിട്ടുകയുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇടാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ നാരങ്ങ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. കാരണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇറച്ചി ഇടേണ്ടതാണ്. ഇറച്ചി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇടാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ തീ കുറച്ച് വെച്ച് വേവിക്കാൻ നോക്കുക. അടുക്കി പിടിക്കാതെ നോക്കുക. അതുകൊണ്ട് വളരെ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാൻ നോക്കുക. അങ്ങനെ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നാരങ്ങ എടുത്ത് മാറ്റുകയാണ്. ഈ നാരങ്ങയിൽ വെക്കേണ്ട കാര്യമില്ല. കുറേശ്ശെ ഇളക്കി കൊടുക്കുക. ചോറ് കുറച്ചും കൂടി വേവാനുണ്ട്. അടച്ച് വെച്ച് നമുക്കൊരു 7 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഫൈനലി സംഭവം റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് കഴിച്ച് നോക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. സലാഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പൊളിയാണ്, വേറെ ലെവലാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.